ദൃശ്യം 3യുടെ ട്രെയിലർ വന്നപ്പോൾ മുതൽ വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടക്കുന്നത്. കാരണം ദൃശ്യം 3യുടെ ട്രെയിലർ കാണിച്ചു തന്നത് ശരിക്കും എന്താണ് ദൃശ്യം 3 സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നതാണ്. ഈ ഡയറക്റ്റ് ക്ലൂ കിട്ടിയപ്പോൾ പ്രേക്ഷകർ തന്നെ അതിശയിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു പടത്തിന്റെ ട്രെയിലർ തന്ന് സാധാരണ മലയാള സിനിമകൾ ഒന്നും ഞെട്ടിക്കാറില്ല. എന്താണ് ചിത്രം പറയാൻ പോകുന്ന വിഷയം എന്നത് പൂർണ്ണമായും കാണിച്ചു. ഈ അടുത്തിടയ്ക്ക് അങ്ങനെ ഒരു ചിത്രം വന്നിരുന്നു, അതാണ് പേട്രിയോട്ട്. ചിത്രത്തിൽ എന്താണ് കാണിക്കാൻ പോകുന്നതെന്ന് ട്രെയിലർ തന്നെ കാണിച്ചു തന്നു. പിന്നീട് നമ്മൾ തിയേറ്ററിലെത്തി കണ്ടപ്പോൾ ട്രെയിലറിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ആയിരുന്നു സിനിമ എന്നതായിരുന്നു ഏറ്റവും വലിയ വിമർശനം. ഒരു സസ്പെൻസും ഒന്നും നൽകാതെ ചിത്രം എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് കാണിച്ചപ്പോൾ സിനിമ കണ്ടപ്പോൾ അവർക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടിയില്ല എന്നൊരു കാരണം അവർ പറഞ്ഞിരുന്നു. കുറച്ച് സസ്പെൻസുകളൊക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പേട്രിയോട്ടിന്റെ ട്രെയിലർ ഇറക്കിയിരുന്നെങ്കിൽ ആ ഒരു പ്രെഡിക്റ്റബിൾ ഫീല് കിട്ടില്ലായിരുന്നു സിനിമ കാണുമ്പോൾ. ഈ ഒരു കാര്യം പറയുമ്പോഴാണ് ദൃശ്യം ഇത്രയും ഡയറക്റ്റായ ഒരു ക്ലൂ ഒക്കെ തന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. എന്നാൽ മറ്റൊരു വിഭാഗം പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ കണ്ട ട്രെയിലറിൽ നിന്നും വ്യത്യസ്തമായ ഒരു സിനിമയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് എന്നാണ്. അതെങ്ങനെയാണ് ചിന്തിക്കുന്നത്? അങ്ങനെയും ഒരു ചിന്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. മുന്നത്തെ രണ്ട് ഭാഗങ്ങളിലും പ്രൊഡക്ഷൻ ടീം അവലംബിച്ച പ്രൊമോഷൻ സ്ട്രാറ്റജിയിൽ നിന്നും വളരെ വ്യത്യസ്തമായാണ് മൂന്നാം ഭാഗത്തിൻ്റെതായി കാണുന്നത്. മാക്സിമം ആൾക്കാരെ ആദ്യ ആഴ്ചയിൽ തന്നെ തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള എല്ലാ പരിപാടികളും പ്രൊഡക്ഷൻ ടീം ചെയ്യുന്നുണ്ട്. ഈ ട്രെയിലർ പോലും തന്നത് നിങ്ങൾ ആലോചിക്കണം. ചിത്രം ഇറങ്ങാൻ 11 ദിവസങ്ങൾക്ക് മുമ്പാണ് ട്രെയിലർ തന്നിരിക്കുന്നത്. ഈ 11 ദിവസം കൊണ്ട് പ്രേക്ഷകർ പല രീതിയിലുള്ള ചർച്ചകൾ നടത്തും, എന്നിട്ടാണ് സിനിമയ്ക്ക് കയറാൻ പോകുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസിനെയാണ് പ്രേക്ഷകർ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നതും എന്നാൽ നിങ്ങൾ ട്രെയിലർ കണ്ടതുപോലെയല്ല സിനിമയിൽ വരാൻ പോകുന്നത് എന്ന ഒരു പ്രഡിക്ഷനിലേക്ക് എത്തിയിരിക്കുന്നതും. ട്രെയിലറിൽ നിന്നും വ്യക്തമാകുന്നത് ഒരു ത്രില്ലർ വൈബ് തന്നെയാണ്. പക്ഷേ ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, യു ഹാവ് സീൻ ഹിസ് ബ്രില്യൻസ് ബട്ട് യു നെവർ സോ വാട്ട് ഇറ്റ് കോസ്റ്റ് ഹിം. ജോർജ് കുട്ടിയുടെ മിടുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതിന് ജോർജ് കുട്ടി എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് നിങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ട്രെയിലറിൽ കണ്ടതൊന്നുമല്ല ഇനി സിനിമയിൽ വരാൻ പോകുന്നത് എന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ഭാഗം പോലെ ഒരു ത്രില്ലർ ആയിരിക്കില്ല സിനിമ. അവസാനം പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റ് പരിപാടി ഇതിൽ ഉണ്ടാകാൻ ചാൻസ് ഇല്ല. മാത്രമല്ല ചിലപ്പോൾ ഇതൊരു ഫ്രാഞ്ചൈസിക്ക് ഒരു ക്ലോഷർ കൊടുക്കുന്ന ഭാഗവുമാകാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കണം എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു വീഡിയോ ഇറങ്ങിയത് ഓർക്കുന്നു. പണ്ട് ദൃശ്യം 3 ഒന്ന് അനൗൺസ് ചെയ്ത് അടുത്ത ദിവസം അമ്മ മീറ്റിംഗിൽ വെച്ച് ഷാജോൺ ലാലേട്ടന്റെ കൈപിടിച്ച് സന്തോഷം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹദേവൻ വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പലരുടെയും ചിന്തകൾ എത്തിയിരിക്കുന്നത്. ഓവർ എക്സ്പെക്ടേഷൻ ഈ സിനിമയ്ക്ക് വിനയാകും. മറ്റൊരു ചെങ്കോൽ ആവർത്തിക്കാനും ചാൻസ് കാണുന്നു. അത് മുന്നിൽ കണ്ടാവണം പ്രൊഡക്ഷൻ ടീം മാക്സിമം ആൾക്കാരെ ആദ്യ ആഴ്ചയിൽ തിയേറ്ററിൽ എത്തിക്കാൻ നോക്കുന്നത് എന്ന രീതിയൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്ലാൻ എടുത്തിരിക്കുന്നതെന്നും പറയാൻ കഴിയും. ചിത്രം സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതായിരിക്കും. ഒരു ട്രാജിക് എൻഡോ മറ്റോ ആകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങൾ 1ലും 2ലും പ്രതീക്ഷിക്കുന്ന വമ്പൻ സർപ്രൈസുകൾ ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവ്. അങ്ങനെ ഉണ്ടായാലേ ദൃശ്യം എന്ന സിനിമ മറ്റൊരു ലെവലിലേക്കും ബോക്സ് ഓഫീസിലേക്കും സഞ്ചരിക്കുകയുള്ളൂ. എന്നാൽ ദൃശ്യം 3 പറയാൻ പോകുന്ന വിഷയം മോഹൻലാലിന്റെ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ ഇമോഷനിലൂടെ കടന്നുപോകുന്ന ചിത്രമാണെന്ന് ഇതിന്റെ ടീമംഗങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ എക്സ്ട്രീം വെർഷൻ ആയിരിക്കും കാണാൻ പോകുന്നത്. ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതിന്റെ അറ്റമായിരിക്കും ദൃശ്യം 3യിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് പറയാൻ കഴിയും. പിന്നെ എല്ലാം ജിത്തു ജോസഫിന്റെ തിരക്കഥയിലാണ്. അദ്ദേഹം എന്താണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ ഈ ട്രെയിലർ വന്ന സ്ഥിതിക്ക് പറയാൻ കഴിയുന്നുണ്ട് ട്രെയിലർ കണ്ടതുപോലെ അല്ല നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്ന ഈ സിനിമ എന്നത്. ആ ഒരു പ്രഡിക്ഷനിലേക്കാണ് പ്രേക്ഷകർ എത്തി നിൽക്കുന്നതും.